ഹായ് ഹലോ. ഇന്നത്തെ ഒരു എന്താ പറയാ വീഡിയോ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ രാവിലത്തെ കാര്യങ്ങൾ വൈകുന്നേരത്തെ കാര്യങ്ങളല്ലേ, വൈകുന്നേരം മുതൽ രാത്രി വരെ അങ്ങനെയുള്ളതല്ലേ. അപ്പൊ അതിനിടയിലും നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ സമയം എന്ന് പറഞ്ഞാൽ ഞാനും ഋഷിയും മാത്രമുള്ള സമയമാണ്. കാരണം റഹ അങ്ങ് സ്കൂളിൽ പോവും, രാഘവാണെങ്കിൽ ഓഫീസിൽ പോവും, പിന്നെ ഞങ്ങൾ മാത്രമായി. പിന്നെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളും, കുക്കിങ്, അവന് ഫുഡ് കൊടുക്കല്, അതൊക്കെയാണ് ഞങ്ങൾ ഇവിടുത്തെ ആ സമയത്തുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം എന്ന് വെച്ചാല് ഞാനിങ്ങനെ വിചാരിക്കും, വീട്ടിലാവുമ്പോൾ ഭയങ്കര മടിയായിരിക്കും എനിക്ക്. പൊതുവെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത്, ഇപ്പൊ രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ കുറെ നേരം വെറുതെ ഇരിക്കുക. പിന്നെ തുടക്കുക, അങ്ങനത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ രാവിലെ അങ്ങ് ചെയ്യും. അതാവുമ്പോ പെട്ടെന്ന് നമ്മളെ എന്താ പറയാ പണി കഴിഞ്ഞൊരു ഫീൽ ആയിരിക്കും. അതായത് തുണി കഴുകല്, ക്ലീനിങ്, തുടക്കല്, നിലം തുടക്കല്, അങ്ങനത്തെ ഒക്കെ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഇവിടെയും ചെയ്യും. രാവിലെ എഴുന്നേറ്റ് പിന്നെ ഇവന് പോയി കഴിഞ്ഞാല് വേഗം അടിക്കലും തുടക്കലൊക്കെ അങ്ങ് കഴിയും. ചിലപ്പോ ഋഷി നേരത്തെ എണീക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ എണീക്കുള്ളൂ. അപ്പൊ അവന് എങ്ങനെയായാലും എണീക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെ അങ്ങ് കഴിയും. പിന്നെ തുണി കഴുകലാണ് ചിലപ്പോൾ അങ്ങ് ഡിലേ ആയി പോകും. കാരണം അതിനോടുള്ളൊരു ഇഷ്ടക്കുറവ് കൊണ്ടായിരിക്കും. എനിക്ക് ഈ തുണി കഴുകുന്നത് ഇഷ്ടമേ അല്ല. എന്നെ പോലെ തുണി കഴുകുന്ന ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. എനിക്ക് എന്താന്നറിയില്ല, തുണി കഴുകുന്നതിനോട് തീരെ താല്പര്യമില്ല. പക്ഷേ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോ എന്ന് വെച്ചിട്ട് ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അതിനോടും വലിയ താല്പര്യമില്ല. അതെനിക്ക് തോന്നും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് അങ്ങ് വൃത്തിയാവുമെന്നൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പൊ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല. വീട്ടിലുള്ളത് കൊണ്ട് നമ്മൾ ഡ്രയർ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളേ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എനിക്കിവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. എൻ്റെ ഭർത്താവ് ഉള്ളത് കൊണ്ട് പിന്നെ ഞാനിങ്ങനെ തട്ടി മുട്ടി പോകുന്നു. അപ്പോ അങ്ങനെയല്ല. ഞാനിപ്പോ മോനെ കൊണ്ടൊക്കെ കളിക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് പറയും ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ചെയ്യും. പിന്നെ ഈ പട്ടാളക്കാർക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, അവർക്ക് എന്ത് ജോലി ചെയ്യാനും ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. നിങ്ങളെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ഉള്ളതൊന്ന് പറയട്ടോ. എൻ്റെ അമ്മ പറയും, എപ്പോഴും പറയും, പിന്നെ ഇവളെ ഇങ്ങനെ മടിച്ചിയാക്കരുത്. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടേ ഇങ്ങനെ മടിച്ചിയാക്കരുതെന്ന് പറയും. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു എനിക്ക് വലിയ മടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ ചെയ്തു തരും. എൻ്റെ അടുത്ത് പറയും, പിന്നെ നീ ബാക്കി ചെയ്യുന്നില്ലേ, നീ കുക്കിംഗ് ചെയ്യുന്നില്ലേ, അത് ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലീനിങ് ആയാലും പിന്നെ തുണി കഴുകലായാലും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ എന്തോ ഒരു ഭാഗ്യം, ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ തട്ടലും മുട്ടലും ഇല്ലാണ്ട് ഞങ്ങൾ പോകുന്നു. ഇപ്പൊ പക്ഷെ കുറച്ച് തിരക്കാണ് ആള്, എന്നാലും എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഇടയ്ക്ക് ഋഷിക്ക് ഫുഡൊക്കെ കഞ്ഞി ഇവിടുന്ന് ഇപ്പൊ ഞങ്ങക്ക് നമ്മുടെ നാട്ടിലുള്ള പൊടിയരി കിട്ടാത്തത് കൊണ്ട് ദലിയ കഞ്ഞി ഉണ്ടല്ലോ, നമ്മളെ ഗോതമ്പ് നുറുക്കിന്റെ, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ കൊടുത്തു. അവനിപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര ഫുഡ് കഴിക്കാനൊക്കെ മടിയായത് കാരണം ഞാൻ പിന്നെ നമ്മളെ ബോട്ടിലാക്കിയിട്ടാ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അതങ്ങ് കുടിച്ചോളും. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്പൂൺ കൊണ്ടാ കൊടുക്കുക. സാധാരണ സ്പൂൺ കൊണ്ട് കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാല് തട്ടിക്കഴിഞ്ഞാൽ മൊത്തം താഴെയായി ഒക്കെ കൊണ്ട് ഒരു അഭിഷേകം നടത്തുവേ. അവൻ ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം അവന് കഞ്ഞിയൊക്കെ കൊടുത്തു. അവനിങ്ങനെ എന്തെങ്കിലും ആനിമൽസിനെ കാണിച്ചു കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാല് നിങ്ങൾക്ക് എന്റെ വീഡിയോ ചിലപ്പോൾ കാണാൻ പറ്റും, ഫുള്ള് ചാർട്ട് ഒട്ടിച്ചിട്ടാണ് ഇവിടെ. കാരണം വെച്ചാല് റഹാനുള്ള സമയത്ത് അങ്ങനെ ചെയ്തിട്ട് ഇവരാകുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കണ്ടിട്ടേ പെട്ടെന്ന് അതങ്ങ് പഠിച്ചോളും. അതിന്റെ പേരുകളൊക്കെ പെട്ടെന്ന് അങ്ങ് പഠിച്ചോളും. അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും അവരെപ്പോഴും നടക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ ഒട്ടിച്ച് വെച്ചതുകൊണ്ട് അവനും ഇപ്പൊ ഏകദേശം എല്ലാ ആനിമൽസിന്റെ ഒക്കെ പറയും. 2 വയസ്സാവുന്നേ ഉള്ളുവേ. This grapes. This one. This one. Banana. Good. This one. Peacock. Good. This. Peacock. Yeah. This one. Patty. Yeah. Maina. Good. भूल गए क्या?
അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കറി ഒന്ന് താളിച്ചൊഴിക്കാനും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ കർമൂസയായിരുന്നു ഇന്ന് കറിയൊക്കെ വെച്ചത്. രാവിലെ ഞാൻ റൊട്ടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് പ്ലാന് മാറി. ഞാൻ വിചാരിച്ചു നാടൻ രീതിയിൽ ചോറും കറിയൊക്കെ വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കർമൂസ എടുത്തിട്ട്, അതായത് പപ്പായ എടുത്തിട്ട് മോരൊഴിച്ചിട്ട് കറിയും വെച്ചു. അതും കർമൂസയും ക്യാരറ്റും കൂടെ ഉപ്പേരിയും വെച്ചു. അത് നല്ല ടേസ്റ്റാണ്. അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു, എന്റെ അഭിപ്രായത്തിൽ കറീന്റെ ആവശ്യമൊന്നുമില്ല. ഉപ്പേരി മാത്രം കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കുമ്പോഴത്തേക്ക് റഹാനെ കൊണ്ടുവരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അവന്റെ ബസ് വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നിടത്താണെങ്കിലും ബസ് വന്ന് നമ്മൾ പോയാലേ അവരിങ്ങോട്ടേക്ക് വിടുള്ളൂ. അപ്പൊ പിന്നെ റോഡും ഉണ്ടല്ലോ, വാഹനങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ ഞങ്ങള് ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഋഷി ഇങ്ങോട്ട് തിരിച്ചു നടന്ന എന്താന്ന് വെച്ചാൽ, ഞാനിവിടെ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണല്ലോ. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഫോൺ എടുക്കാത്തത് കൊണ്ട്. അപ്പൊ പിന്നെ നമ്മള് ഫുൾ ആക്ടിങ് ആണല്ലോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ഗേറ്റ് അടക്കുന്നു, വീഡിയോയിൽ നമുക്ക് കിട്ടണല്ലോ. എന്നതിന് ശേഷം വേഗം ഓടി വന്ന് ക്യാമറയും ഫോണും പൊക്കി പിടിച്ച് പോയി. അപ്പോൾ അവിടെ പോയി അപ്പോഴത്തേക്ക് അമ്മമാരൊക്കെ അവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് രണ്ട് വർത്താനമൊക്കെ പറയുമ്പോഴത്തേക്ക് ബസ് വന്നു. അവനെയും കൂട്ടി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് രാഘു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഒരുമിച്ച് പോയിക്കോന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ടേക്ക് ഇതാക്കി ഞാൻ നടന്നു. വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. രാവിലത്തെ കുറച്ച് ചട്നീൻ്റെ ഇത് ബാക്കി ഉണ്ടായിരുന്നു, ഉള്ളി ചട്നീൻ്റെ. അപ്പോൾ അതിൽ തന്നെ ആക്കി. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. എന്തെങ്കിലും നമുക്ക് ബാക്കി വരുന്ന സാധനം കൊണ്ട് പുതിയതായിട്ടൊരു ഡിഷ് ഉണ്ടാക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നതിന് ശേഷം ഋഷീനെ ഉറക്കി. ഞാനും കുറച്ച് നേരം ഉറങ്ങും, ഒരു അരമണിക്കൂർ. എന്നതിന് ശേഷം മാത്രമേ പാത്രമൊക്കെ കഴുകി വെക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓരോ ദിവസങ്ങൾ. അപ്പോൾ എണീക്കുമ്പോഴത്തേക്ക് നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ.